നീ പിന്നെ സംവിധാനം പഠിച്ച് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് മേടിച്ചു കൂട്ടാൻ തീരുമാനിച്ചാണോ? ബ്ലോക്കിൽ നീ വാഴവിത്ത് കൊണ്ടുവച്ചിട്ട് 2 ആഴ്ചയായി. നിനക്ക് അന്ന് കുഴിച്ചു വെച്ചൂടെ? ഒരു തൊപ്പിയും വെച്ചിരിക്കുന്നു. ഇത് സംവിധായകന്റെ തൊപ്പിയാണ്, അല്ലാതെ വാഴ നടുമ്പോൾ വെക്കുന്ന പാളത്തൊപ്പിയല്ല. ഒരു വാഴയ്ക്ക് വളരാൻ നിങ്ങൾ എന്തുമാത്രമാണ് ചെലവാക്കണത്? ഒരു കലാകാരന് വളരാൻ നിങ്ങൾ എന്ത് വാഴയ്ക്കാണ് ചെലവാക്കണത്? എടാ 2 കൊല വിറ്റ കാശാ നിന്റെ തലയിൽ ഇപ്പൊ ഈ തൊപ്പിയായിട്ടിരിക്കുന്നേ. പിന്നെ കൊല എടുത്ത് തലയിൽ വെക്കാൻ പറ്റുമോ? തലയെ കുറിച്ച് സംസാരിക്കുമ്പോൾ കൊലയെ കുറിച്ച് പറഞ്ഞാൽ ഇവിടെ കൊല നടക്കും. എന്താ പറഞ്ഞത്? അപ്പനെന്നെ കൊല്ലൂന്ന്. ഇതുപോലെ കുഴികൂത്താൻ പറഞ്ഞിട്ട് കേൾക്കാത്തനാ പണ്ട് മൂത്തവനെ ഞാൻ കെട്ടിയിട്ട് തല്ലിയത്. അതോടെ മോൻ ഒളിച്ചോടി പോയില്ലേ? എന്നിട്ട് അപ്പം പഠിച്ചാ പണിയെടുക്കാൻ എന്നെ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും എന്റെ പണി നോക്കി പോകട്ടോ. അവനോടൊന്നും പറയണ്ട. അവനെ കൊണ്ട് ഈ കുടുംബത്തിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമെന്ന് വിചാരിക്കുകയും വേണ്ട. ഇവനെയൊക്കെ 10 മാസം ചുമന്ന് പറ്റതൊക്കെ വെറുതെയാ. അമ്മച്ചി എപ്പോഴെപ്പോഴിങ്ങനെ 10 മാസത്തിന് കണക്ക് പറയല്ലേ? അമ്മച്ചി ഒരു കാര്യം ചെയ്യ്, ഈ കൊട്ടലേക്ക് കയറിയിരിക്കെ. എന്നിട്ട് ഞാൻ എന്റെ അമ്മച്ചൻ ചുമന്നുകൊണ്ട് ഒരു 12 മാസം ഇങ്ങനെ നടക്കാം. എന്നിട്ട് ആ കണക്ക് അങ്ങോട്ട് വീട്ടാ പലിശ അടക്കാം. വേറെ ഒന്നും വേണ്ട. അധ്വാനമുള്ള കൃഷിപ്പണിയൊന്നും ചെയ്യണ്ട. എന്റെ കപ്പ്യാരുപണിയെങ്കിലും ഏറ്റെടുത്ത് നിനക്കൊന്നും നടത്തുകൂടെ? എന്ത്? ഒരു സംവിധായകനായി ഞാൻ വെളുപ്പിന് പോയി മണിയമ്മ കിടന്ന് തൂങ്ങണമെന്നോ? അപ്പനത് എന്നോട് പറയാൻ അങ്ങനെ ധൈര്യം തോന്നി? സൂം ലെൻസും ബ്ലോക്ക് ലെൻസും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ ഞാനിത് കിടന്ന് പെടാപ്പാടുപെടാ. അതിന്റെ ഇടയിൽ അപ്പം കപ്പിയാരുപണിയായിട്ട് വരില്ലേ? വേണ്ട, നീ ഒരു പണിക്കും പോകണ്ട. നീ ഇങ്ങനെ സിനിമയെന്നും സീരിയലും എന്നൊക്കെ പറഞ്ഞു കുടുംബം മുടിച്ച് നടന്നു. ഞാൻ ചത്താലും എന്റെ ചാവുമണി അടിക്കാൻ പോലും നീ പോകരുത്. എന്റെ കർത്താവേ, ഇങ്ങനെ പാഴ്വിത്തിന് നട്ടുവളത്തിന്റെ പ്രായച്ചിത്തമായി ഞാൻ ഏതെങ്കിലും പൊട്ട കണ്ടിട്ട് ചാടിച്ചാവും. നോക്കിക്കോ. അമ്മച്ചിക്കറിയോ സിനിമയ്ക്ക് വേണ്ടി കടവും ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്ന വില്യം ഫ്രീ സ്ക്രീനിന്റെ കഥ? അമ്മച്ചിന്റെ സംവിധാനം ഫ്രീസ് ആക്കല്ലേ? എന്റെ സംവിധാനത്തിന് മുഴുവൻ കോഴിക്കാട്ടമായി. എന്റെ അളിയ, എത്രയും പെട്ടെന്ന് നല്ലൊരു കാര്യം ഉണ്ടാക്കി പെങ്കൊച്ചിനെ കെട്ടിച്ചയക്കുന്നതാ നല്ലത്. മണ്ടത്തരം പറയാതോടോ. ചെറുക്കന്റെ വീട്ടുകാര് നാട്ടിൽ വന്ന് അന്വേഷിക്കുമ്പോ പെണ്ണ് വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയതാണെന്ന് അറിയില്ലേ? 1-2 കൊല്ലം അങ്ങോട്ട് പോട്ടെ, അപ്പോഴേക്കും നാട്ടുകാർ ഇതൊക്കെ മറക്കും. വെള്ളം ഒഴിച്ചിട്ടില്ല. നീ വേറെ അതെ അയ്യേ അതിനല്ല എട്ടിച്ചായ. ഞാൻ അവിടെ മനസ്സ് ചോർത്തിയെടുത്തു. പോയ സ്ഥലമൊക്കെ അവൾ എന്റെ അടുത്ത് പറഞ്ഞു. വേറെ ഡ്യൂപ്ലിക്കേഷൻ ഒന്നും നടന്നിട്ടില്ല. ആ ചെറുക്കൻ ടൗണിൽ സൈക്കിൾ ചവിട്ടിസ്റ്റിനെ കളിക്കാൻ കൊണ്ടുപോയതാ. ഈ ഭ്രാന്തിനൊക്കെ ചികിത്സിക്കുന്ന സൈക്കിൾ ചവിട്ടിസ്റ്റേ. അപ്പൊ ആ കുഞ്ഞാടിന് ഭ്രാന്തുണ്ടോ? ഒരു കാര്യം പറഞ്ഞേക്കാം, അവനെ മനസ്സിൽ നിന്ന് വേരോടെ അങ്ങ് പിഴുത് കളഞ്ഞേക്ക്. അതാ നിനക്കും അവന് നല്ലത്. അല്ലെങ്കിൽ എന്റെ തല്ലുകൊണ്ട് അവൻ വഴി കിടന്ന് ചാകും. തിരിച്ചടിക്കില്ലെന്ന് ഉറപ്പുള്ള ഒരാളെ തല്ലുന്നത് അത്ര വലിയ ആണത്തൊന്നല്ല. ഇനി ഇച്ചാൻ അവനെ തല്ലിക്കൊന്നാലും കുറച്ചു കാലം കഴിഞ്ഞ് എല്ലാം മറന്ന് ഞാൻ വേറൊരുത്തന്റെ കൂടെ പോർക്കൊന്നും വിചാരിക്കണ്ട. എവള് സ്ഥിര സീരിയല് കാണുന്നുണ്ട്. ഇത്ര നേരായിട്ടും അപ്പനെ കാണാനില്ലല്ലോ സോളമ. ഇനി പറഞ്ഞ പോലെ വല്ല അബദ്ധവും കാണിച്ചോ? ചുമ്മാ വേണ്ട അതിനും പറയാതിരി. ആ ടോർച്ച് എടുത്ത് കിണറിന്റെ ഭാഗത്തൊന്ന് നോക്കിയ സോളമ. പറഞ്ഞ കേട്ടില്ലടി, പോയി നോക്കൂ. ചേട്ടനോടല്ലേ പറഞ്ഞേ? നിങ്ങള് പുലി പോലത്തെ 3 പെണ്ണുങ്ങൾ ഇവിടെ ഉള്ളപ്പോ ഈ രാത്രിയിലെ ഒറ്റയ്ക്ക് ഞാൻ തന്നെ ഇരുട്ടത്ത് പോയി നോക്കണോ അല്ലേ? നിങ്ങളെ ആളുകൾ കൊള്ളാലോ. വാ അമ്മച്ചി, നമുക്ക് പോയി നോക്കാം. അത് ശരി, അപ്പൊ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോകാനുള്ള പരിപാടിയാ? എല്ലാവരുടെ അപ്പനാവുമ്പോ ഒരുമിച്ച് പോയാ മതി, അതാണ് മര്യാദ. ഇവരെന്താ ഒറ്റയ്ക്കാക്കി എന്നെ പാഠം പഠിപ്പിക്കുക? പ്രത്യേകിച്ച് രാത്രിയില് നമ്മൾ എവിടെ പോയാലും ഫാമിലി ആയിട്ടേ പോകാവൂ. ഒരു അക്ഷരം മിണ്ടരുത് നീ. കല്ലുമ്മ തട്ടി മുഖം അടിച്ചോണ എന്റെ അമ്മച്ചേ അങ്ങനെ മിണ്ടാമോ? കഷ്ടം. ഒന്ന് മിണ്ടാതിരിക്കേട്ടാ. ആ ടോർച്ച് ഒന്ന് ശരിക്കടിച്ചേ. അപ്പാ അപ്പാ, ആരൊക്കെ വന്നിരിക്കണെന്ന് നോക്കിയേ. അമ്മച്ചി, അപ്പനെ കിണറ്റിലില്ല. നമുക്ക് അമ്മയുടെ കിണറ്റിലൊന്ന് പോയി നോക്കിയാലോ? അടിയിലെ ദോരം വഴി അങ്ങോട്ട് പോയിണ്ടെങ്കിലോ? അമ്മച്ചി, അപ്പൻ കിണറ്റിലുണ്ട്. താഴേക്ക് പോയിട്ടില്ല, തൂങ്ങിക്കിടക്ക. നീ ചായപ്പിന്ന വട കൊടുത്തിട്ടോ? അമ്മച്ചിക്ക് അറിയില്ല, ഒന്നും പറ്റിയിട്ടില്ല. അപ്പാ സൂക്ഷിച്ച് പിടിവിടല്ലേ, വടം എല്ലാം ഇറക്കി തരാം. അമ്മച്ചി ഇങ്ങനെ കരയില്ലേ? മാറി പോരട്ടെ. അപ്പനെന്താ ഭാരാ? വലിക്കാൻ പറ്റേ? എന്താ? ഞങ്ങളുടെ അപ്പൻ കെറ്റിപ്പോയി. അപ്പൊ ഞാനാരാ? അതാ അപ്പൻ കരയില് നിക്കണു. അപ്പൊ അപ്പൻ കെട്ടി ചാടിയില്ലേ? എന്താ ചാറണോ? വേണ്ട. അപ്പൊ കിണറ്റി കിടക്കണ അപ്പന ഏതാണാവോ? ആരായാലും പിടിച്ചു കയറണ്ട. അപ്പാ അല്ല, ആരാ? പിടിച്ചോ, പിടിച്ചേറ്റും അപ്പം താഴെ പോവല്ലേ?
പേടിക്കണ്ട പേടിക്കണ്ട, ഞാൻ ആരെ ഉപദ്രവിക്കുന്ന ഒരു ടൈപ്പ് അല്ല. കിണറ്റിൽ വീണ താങ്കളുടെ ജീവൻ രക്ഷിച്ച ആൾക്കാരായി നിൽക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത് ഞാൻ തന്നെയാ. ഇവിടെ എങ്ങും കണ്ടിട്ടുള്ള ആളല്ലല്ലോ. എങ്ങനെയാ കിണറ്റ് വീണത്? എങ്ങനെയാ വീണതെന്ന് വീണ്ടും കാണിച്ച ആള് തട്ടിപ്പോവില്ല അപ്പ. ആട്ടെ, കിണറ്റിന്റെ നടുവിലൂടെ എവിടേക്കാ നടന്നു പോയത്? ഒട്ടനാണോ ഭ്രാന്തനാണോ? നമ്മള് സൂക്ഷിക്കേണ്ട ആളാണ് ടപ്പാ. എന്താ പേര്? വിശക്കണു. വെസ്കണുവിന്റെ നാട് എവിടെയാ? ആൾക്ക് വിശക്കണമെന്നാ പറഞ്ഞത്. ആ ചോറെടുത്ത് കൊടുക്കടി. ബൈ ദ ബൈ, കിണറ്റിനടിയിൽ ഓക്സിജൻ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. വിളമ്പി കൊടുക്കാൻ പറ്റി. ഭക്ഷണം കഴിപ്പ് കണ്ടിട്ട് കിണറ്റിലെ കഴിഞ്ഞ ആഴ്ച വീണാന്ന് തോന്നണു. അപ്പം വല്ലതും കഴിച്ചാർന്നോ? നമ്മുടെ പശുക്കൾ ഇന്ന് പട്ടിണിയാവുതിരിക്കും ഉറപ്പായി. അതുകൾക്കുള്ള കഞ്ഞി കാടികളൊക്കെ നമ്മളെടുത്ത് കുടിക്കൂലോ. അതുങ്ങളത് വൈകിട്ടേ കുടിച്ചടാ. വല്ലാത്ത ചതിയായി പോയി. ഇവിടെ ഇങ്ങനെ ഇരുത്തിയാ മതിയാ? എഴുന്നേപ്പിച്ച് വിടണ്ടേ? അതെ, എങ്ങോട്ടാ പോകണ്ടേ? 5 പേർക്കുള്ള ചോറ് ഒറ്റയ്ക്ക് കയറ്റിയതല്ലപ്പാ, ഭാരുണ്ടാവും. തീരെ വയ്യ. ഈ അവസ്ഥയിൽ വിട്ട വല്ല വഴിയിലും മറിഞ്ഞുകൊണ്ട് കിടക്കും. പാവം, ഈ വരാന്ത തന്നെ കിടന്നോട്ടെ. രാവിലെ എഴുന്നേറ്റ് പോക്കോളും. പുറത്ത് നല്ല കാറ്റായതുകൊണ്ടാട്ടോ വരാന്ത കിടത്തുന്നേ. വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആളാന്ന് വിചാരിച്ചു എന്ന് വിചാരിക്കല്ലേ. അയ്യോ, തല വെക്കാനായിട്ട് അടുത്ത റെയിൽവേ പണല്ലേ ഉള്ളൂ അപ്പാ. സിസിലി, ഒരു തലേന എടുത്തു കൊടുക്ക. ഓ, അതാണ്. ആരാണാവോ? എന്താ ഇരുട്ട്. കിടന്നോളൂ, ഞാൻ കിടന്നോന്ന് കൂടെ കിടന്ന് നോക്കിയതാ. ചേട്ടനൊരു കാര്യം. ദേ ചേട്ടാ, എഴുന്നേറ്റ്. എന്താടി? ഇന്നലെ കിണറ്റിൽ വീണ ആളല്ലേ? അയ്യോ, അയാൾ പിന്നെ വീണ? അതല്ല, അയാൾ ചേട്ടന്റെ ബ്രഷ് എടുത്ത് പല്ല് വെക്കുന്നു. കർത്താവേ, അയക്കൊന്നും പറ്റല്ലേ. എന്റെ സ്വന്തം ബ്രഷാ, തേച്ചോളൂ. വെച്ചോളൂ. എന്നും തേക്കുമ്പോ എന്നെ ഓർത്താ മതി. ഈ നേരായിട്ട് ഇയാള് പോയില്ലേ? എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞുവിട്. ആനെ കുളിയും കഴിഞ്ഞ? സോളമാ, നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. നീ പുള്ളിക്കാരന്റെ വഴി വരെ കൊണ്ടാക്കിയിട്ട് വാ. വേഗം ചെല്ല്. ഒന്നും കഴിച്ചില്ല. അയ്യോ, നമുക്ക് ഒരുമിച്ച് ചായക്കടന്ന് പുട്ടുമുട്ടം കഴിക്കാം. അപ്പന്റെ പറ്റില്ലേ? ജിലേബി ഉണ്ടാവട്ടെ. എന്താന്ന് വെച്ചാ വാങ്ങി കൊടുക്ക്. ലഡുവോ? ഞാനിപ്പോ റെഡി ആയിട്ട് വരാം. പലകിനി വന്നിട്ടേക്കാം. ഞാനിവിടെ ഭയങ്കര ഫേമസ് ആണ്. MG സോളമൻ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടികളെ ഓടിച്ചിട്ടടിക്കും. അല്ല, കൊച്ചുകുട്ടികളെ അറിയും. എന്റെ തെരുവിന്റെ നൊമ്പരം എന്ന കുട്ടികളുടെ ചിത്രം ഇറങ്ങിയിരുന്നെങ്കിൽ ഞാനിപ്പോ എവിടെ എത്തേണ്ടതാ? ഇപ്പൊ തെരുവ് തന്നെ ആയിപ്പോയി. അഹങ്കാരം പറയല്ലോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഹോ, എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് നിന്നു. കർത്താവേ, എനിക്ക് വിലക്കെളിപ്പിച്ചിരിക്കുന്ന സമയാ. ഞാൻ മറന്നുപോയി. 1 മിനിറ്റ് നിൽക്കണേ, ഞാനിപ്പോ വരാം. ഞങ്ങളുടെ പോവാ. ആ ചാണക്കുഴി ചാടിയാലോ. ഇവിടെ ഇരിക്കാം. എന്താണോ യുവതികളെ കണ്ടിട്ടില്ലേ? വേണ്ട. അത് ശരി, കൽപ്പന ലംഘിച്ച് മുന്നേറാണ് പതുങ്ങിയിരിക്കുകയാണല്ലേ. നിന്നെ ഞാൻ കാണിച്ചു തരാം. അവിടെ നടക്കണേ ഇങ്ങോട്ട്. ഞാൻ ഒളിച്ചിരുന്നതല്ല, മൂത്രം ഒഴിക്കായിരുന്നതാ. സംശയം ഉണ്ടെങ്കിൽ വന്ന് നോക്ക്. എന്താ മോനെ? കാറ്റുള്ള ബുദ്ധിക്ക് ചെറിയ തകരാറുണ്ടോ എന്ന് സംശയം. കാറ്റ് കൊണ്ടത് മതി. മോൻ ഇങ്ങോട്ട് ഒന്ന് കിടക്കാൻ നോക്കൂ. ചേട്ടാ, ചേട്ടാ, ചേട്ടാ. ആരാ നീ? പോയി പായ കിടന്നേ. 4 നിലത്ത് മുട്ടുണ്ട്. യക്ഷിയല്ല.
എന്താടാ? അവളെന്താ കണ്ടോ പേടിച്ചു. ദേ നീ പായ എടുത്ത് താഴെ കിടക്ക്. ചേട്ടൻ നിന്റെ കട്ടിലേ കിടക്കട്ടെ. അതൊന്നും ശരിയാവില്ല. എനിക്ക് പായ കിടക്കാൻ പറ്റില്ല, നടുവേനെടുക്കും. ജോസേട്ടൻ പറഞ്ഞ ചൂടുണ്ട്, പുറത്തല്ല കാറ്റാ, ഞാൻ വരാന്ത കിടന്നോളാം. അവനെ അങ്ങനെ വരാന്ത കിടത്തേണ്ടവനല്ല, നീ പറയുന്ന അനുസരിച്ചാ മതി. ജോസേട്ടന് വരാന്ത കിടക്കണല്ലേ ഇഷ്ടം? ഞാൻ എവിടെ കിടന്നാലും ഉറങ്ങും. അങ്ങനെയാ മോനെ മോന്ത ഇവിടെ കിടന്നാ മതി. അപ്പാ പുതച്ചു കിടക്ക്. വെള്ളം കൊണ്ടുവന്ന് വെക്കട്ടെ മോനെ. ആ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിക്കേണ്ടി വരും. എന്റെ ഓർക്കം പോയി. കണ്ടോടി, എല്ലാം അവന് ഓർമ്മയുണ്ട്. പണ്ട് കുഴി കുത്താൻ പറഞ്ഞിട്ട് കേൾക്കാത്തതല്ലേ ഞാൻ തല്ലിയത്. ഇതേ ഒരു പ്രായച്ചിത്തം പോലെ ചെയ്യുന്ന കണ്ടില്ലേ? ഇനി ജോസ്മോന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് കണ്ടാ പോലും വഴക്ക് പറയാൻ നിക്കണ്ട കേട്ടോ. ഏയ്, ഒരുപാട് നേർച്ചയും കാഴ്ചയും വെച്ചിട്ട് തിരിച്ചു കിട്ടിയതാ. എന്താ ഇവിടെ വല്ല പൂച്ചയെ പട്ടി ചത്തോ? ഓ, നിന്റെ അറിവിൽ പറമ്പിൽ കുഴി കുത്തുന്നത് അതിനു വേണ്ടി മാത്രമാണല്ലോ. നിന്നോടൊന്നും നടാൻ പറഞ്ഞിട്ട് കേട്ടായിരുന്നു. എന്റെ മോൻ പറയാതെ തന്നെ ചെയ്ത കണ്ടോ? അത്രയ്ക്ക് ആഴത്തിൽ കുത്തണ്ട മോനെ. ഓ, ഇതെന്താണിത്? കിണറാ? കിണറ്റിൽ വേണ്ട എന്റെ ഓർമ്മയ്ക്കായിട്ട് കിണർ കുത്തി സ്മാരകം ഉണ്ടാക്കണോ പറമ്പ് മുഴുവൻ? പണി എടുക്കുകയില്ല, പണി എടുക്കുന്നവരെ പരിഹസിക്കുകയും. ഓ, ഇത്തിരി ആഴം കൂടിയാലും ചാരവും ചാണകവും ഒക്കെ ഇട്ട് കഴിയുമ്പോ ശരിയായിക്കൊള്ളും. കേരളത്തിലെ മുഴുവൻ പശുവിന്റെ ചാണകം കൊണ്ട് നിറഞ്ഞു വരും. ഒന്നും മിണ്ടായിരിയടാ. ആവൂ, ഇന്നെങ്കിലും എന്റെ പെങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ചായ കുടിക്കാൻ പറ്റിയല്ലോ. ഓ, ഇത് ജോസേട്ടനാ, വേണപ്പോ എടുത്തു കൂടി. ആ, അത് ശരി. അപ്പൊ ഞാൻ ഔട്ടായി. ഭർത്താവേ, പള്ളിയിലെ മോട്ടറിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിക്കണുള്ളൂ. ആ ചക്കരക്കുട്ട പഠിക്കാൻ പോയണേ, നന്നായിട്ട് പഠിക്കണോട്ടാ. അവനിപ്പോ സൈക്കിള് വേണമെന്ന് പറഞ്ഞ ബഹളം. അപ്പച്ചൻ വാങ്ങിച്ചു കൊടുക്കില്ല. ആ ഡെങ്കിപ്പനിയാ എലിപ്പനിയൊക്കെ ഒന്ന് വന്നോട്ടെ. എവിടാ നിന്റെ ചേട്ടായി? ചേട്ടായി വീട്ടില് കുഴി കുത്തുക. ഓ, നിന്നെ മൂടാനുള്ള കുഴിയാണ് ഇപ്പോഴേ കുത്തി തുടങ്ങിയോ? നിന്നെ തല്ലിയ നിന്റെ ചേട്ടായി ചോദിക്കാൻ വരുമെന്ന് എനിക്ക് അറിയണം. ചേട്ടായി എന്റെ കൂടെ ഉള്ളപ്പോ തല്ലിയാ പോരെ, അപ്പൊ തന്നെ റിസൾട്ട് അറിയാലോ. തൽക്കാലം നിങ്ങളുടെ മർദ്ദനം ഏറ്റുവാങ്ങാൻ എനിക്ക് സമയമില്ല. അപ്പന്റെ പറ്റില്ല എഴുതിക്കോ. ഇവൻ എവിടെയെങ്കിലും നേർച്ച ചേർന്നുണ്ടോ? ആഴ്ചയിൽ ഒരു ദിവസം എന്നെ പഞ്ഞിക്കിട്ടോളാന്ന്. ചേട്ടായി, ഇത് കൈക്കൂലിയായി സ്വീകരിച്ച് എന്നെ രക്ഷിക്കണം. ആ ജീപ്പിൽ വരുന്നവനെ കണ്ടോ? എനിക്ക് സ്ഥിരം പണി തരുന്നവനാ. അവൻ തിരിച്ചു പോകുമ്പോ ആംബുലൻസ് കടന്നു പോണം. ഓക്കേ, ഉഷാറാക്ക് ഉഷാറാക്ക് ഉഷാറാക്ക്. ബസ്സിലൊക്കെ കേറ്റ്. വന്നുണ്ട്. പഴം പിന്നെ കേറ്റാ, ഇപ്പൊ അവന്റെ പള്ള കേറ്റ്. നീ എന്റെ അനിയന്മാരെ തല്ലിച്ചതിന് പകരം നിന്റെ മുന്നിലിട്ട് നിന്റെ അനിയനെ ഞാൻ തല്ലാൻ പോവാ. ഉശിരുള്ളവരാണെങ്കിൽ തടുക്ക്. ചേട്ടായി, ചേട്ടായി, പഴം തിന്നോണ്ടിരുന്ന ഞാൻ ഇടികൊണ്ട് പഴം പോലെയാവും. ഓ, തൊലി പോയി. ഓളെ ഓടിപ്പോയി ഒരു ഗ്ലാസ് ആട്ടുപാൽ എടുത്തിട്ടോ ചേട്ടന്. എവിടെ പോണു? ചേട്ടന് പാല് കൊടുക്കാൻ. ഈ ചേട്ടന് പാല, ആ ചേട്ടന്. ആരും വരുന്നത്?
അടി 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 അടി. Yes, sixer! ജോസേട്ടാ, വേണ്ട, കടാരെടുക്കണ്ട. എടാ ജോണിക്കുട്ടി, ഈ കുഴി മണ്ണിട്ട് മൂടി കുണ്ടുകുഴി അച്ഛനെ വിളിച്ചു കൊണ്ടുവന്ന് ഒപ്പീസ് ചൊല്ലാൻ എനിക്ക് അറിയാൻ പാടില്ലെന്നിട്ടല്ല, എനിക്ക് അളിയാ എന്ന് വിളിക്കാൻ നീ ജീവിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൊല്ലാതെ വിടുന്നത്. കേറ്, പോയിക്കോ, ഉള്ള ജീവനോട് എന്നെ പറയുന്നത് പോ. തിരിച്ചടിക്കാൻ എനിക്കും അറിയടാ. ജോസേട്ടോ, പോടാ പോടാ, മാതോളക്ക് കൊമ്പനാടാ ഞാൻ. എങ്ങനെ കിരീട സിനിമയിൽ കൊച്ചിനെനിഫ് ഷൈൻ ചെയ്ത പോലെ ഞാൻ ഷൈൻ ചെയ്യാൻ പോവാ. ഇതാണ് എനിക്ക് കിട്ടുന്ന മെയിൻ ഏരിയ. ചേട്ടാ ഇന്ന് കൂടെ എന്നേക്കണം. രാവിലാണോടോ പത്രം വായിക്കുന്നത്? ചേട്ടായേ ഒന്നുമില്ല. ഉച്ചവരെ കഴിക്കാനുള്ളതുള്ളൂ കേട്ടോ. സോളമാ, ചേട്ടായിട്ടൊന്ന് കേറിട്ട് പോടാ. തന്റെ മെക്കിട്ടാണോ? അല്ല, ഈ ചായക്കടയിലേക്ക്. വേണ്ട, ചേട്ടാ ഇപ്പൊ ചോറുണ്ടേ ഉള്ളൂ. പോരാത്തിന് ഇപ്പൊ കപ്പലിന്റെ കയറ്റിക്കൊണ്ടിരിക്കുക. എന്നാലും വെറുതെ വിളിച്ചു കയറ്റി ഇനി റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. നിന്റെ കക്ഷത്തിൽ എന്താ മൂലക്കുരുവ? അല്ല, ഇഷ്ടിക. ചേട്ടായി കൊണ്ട് ഒരു ലോഡ് ഇഷ്ടിക കടയിലേക്ക് എറിയിക്കട്ടെ. അയ്യോ വേണ്ട വേണ്ട, ചതിക്കില്ല. കഷണ്ടിൽ കല്ലുമഴ വേയിച്ചാലോ? അയ്യോ വേണ്ട. നിക്ക് നിക്ക് നിക്ക്, 100 രൂപ വേണ്ടേ? ഞാൻ കുടി നിർത്തിയല്ലോ. അപ്പൊ കാശ് കുറെ കാണുമല്ലോ. തരുന്നേ. അതിങ്ങ് താ കുഞ്ഞാടെ. കുഞ്ഞാടോ? ആരുടെ കുഞ്ഞാടോടോ? മണിമലയിൽ ഗീവർഗീസ് സോളമൻ, അതായത് MG സോളമൻ. അങ്ങനെ വിളിച്ചോളണം എല്ലാവരും. MG സോളമ, ഞാൻ വീട്ടിലേക്ക് വരികയായിരുന്നു. ഇതാ കടയുടെ താക്കോലും വാടകയും 1000 ഉറുപ്പിയുണ്ട്. 200 കൂടി വേണമല്ലോ സുധാകര. അത് മതി സോളമ. അത് പോരല്ലോ സുധാകര. കാശിന് ലേശം ടൈറ്റാണോ? ടൈറ്റാൻ പൈസക്ക് ടൈറ്റുള്ളവർ കിട്ടുന്നതാണോ ടൈറ്റാൻ? ഇതും കൂടി ആവുമ്പോ ശരിയായി. എനിക്ക് ഭയങ്കര ടൈറ്റാന്നേ. അണ്ടി തീർന്നു. കപ്പലിന്റെ ഇങ്ങനെ കപ്പലിന്റെ കയറ്റിക്കൊണ്ടിരുന്ന എണ്ണയും പിണ്ണാക്കും ഒരുപാട് പോവും. ഞാൻ ഒന്നുകൂടി മൂപ്പിക്കണേ. ഇനി ആരെങ്കിലും സീരിയലിന്റെ കാര്യം പറഞ്ഞ് എന്നെ കളിയാക്കിയോ, എന്റെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്താലും വിവരം അറിയും. ഇട്ടിച്ചോട് മക്കളോട് പറഞ്ഞേക്ക്, ഞാൻ പഴയ സോളമനല്ലെന്ന്. കൊണ്ടും കൊടുത്തും അറപ്പ് മാറിയ ഒരു ചേട്ടനുള്ള സോളമനാന്ന്. ഇനി ആണായി പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാടാ. അമ്മയുടെ മുലപ്പാൽ കുടിച്ച ആരെങ്കിലും ഉണ്ടെന്ന് ചോദിക്കടാ. ഈ സോളമനോട് ചോദിക്കടാ. എത്രയായാലും നിന്റെ സമയം വളരെ മോശ. ജോസിനെ വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് നാളുണ്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്നാ നടന്നത്. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 3 പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വിഴുങ്ങണത്. ഇതിന്റെ കാശ് ഞാൻ തരാം. തന്നില്ലെങ്കിൽ ഞാൻ കുത്തിപ്പിടിച്ച് വാങ്ങിക്കും. ഈ ജോസേട്ടനുള്ള ഒറ്റ ധൈര്യത്തിനാ ഞാൻ ഈ രജിസ്റ്റർ മാരേജിന് മുതിരുന്നത്. അവളെ നഷ്ടപ്പെടാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ആരും അറിയാതെ ഒരു മുൻകരുതല്. ദേ, അപ്പനും അമ്മച്ചൊന്നും അറിയരുത്. നീ ആദ്യമേ തന്നെ രജിസ്ട്രാഫിന്റെ മുന്നിൽ നിന്നോ. മേരി കവലയെന്ന് പുറപ്പെടുന്ന തൊട്ട് പിന്നാലെ ജോസ് എത്തും. ആർക്കും ഒരു സംശയം തോന്നാത്ത വിധത്തിൽ ഈ കാര്യങ്ങൾ ഞാൻ നടത്തി തരും. ജോസിന് എന്തോ ഐഡിയ പറയാണ്ട്. എന്താ ജോസേ? ചിക്കനില്ലേ? ചിക്കൻ ഇല്ല. നീങ്ങ വന്നേ. നീ നമ്മുടെ മോനെ കൊണ്ട് അകത്ത് പോയിക്കോ. ഇല്ലെങ്കിൽ ചിക്കനാണെന്ന് പറഞ്ഞ് നമ്മുടെ ചെക്കൻ അവൻ തിന്നും. 2 പഴം കൂടി കുത്തിക്കേറ്റിക്കൂടെ? വെല്ലേട്ടാ, കവലയിലേക്കാണോ? ഞാനും ഉണ്ട്. എന്നെ എന്നാ പള്ളിയുടെ മുന്നിൽ ഇറക്കോ? എന്തേ?
ബസ് വന്നാ എങ്ങനെ അതേ കയറി പോവും? ഒരു പെട്ടിയിലാക്കി കയറ്റി വിടട്ടെ. ജോണിക്കുട്ടി കണ്ടു കഴിഞ്ഞാൽ മേരിക്ക് അത് തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം. ഒന്ന് ചുമ്മാതിരി. ഒരു ഐഡിയ ഉണ്ട്. ജോസേ, സിസിലൊന്ന് വന്നേ. വാ, നീ ആ ഷാളൂരി ഷാളൂരാൻ ഈ ഷാളങ്ങോട്ട് കൊടുക്ക. എന്നിട്ട് ഈ ഷാൾ തലവഴിയിട്ട് ആ ജോസിന്റെ സൈക്കിളിൽ പോയിക്കോ. എന്താ? അതെല്ലാം പിന്നെ പറയാം. ലോനപ്പാ, ആ പെൺകുട്ടിയുമായി സൈക്കിളിൽ പോയവൻ ഇവിടുത്തുകാരനാണോ? അത് നമ്മുടെ സോളമന്റെ ചേട്ടായി അല്ലേ? അല്ല, ആളിതിന് പറയോ? അറിയോന്നോ? 7 കൊല്ലം ജയിലിൽ കിടന്നവനാ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നതിന്. വരുന്ന വഴി എല്ലാം ഞാൻ അയാൾ നോക്കി, എങ്ങും കണ്ടില്ല. മേരിയെ കൊണ്ട് സൈക്കിളിൽ പോകുന്നു അയാളാ. നിർത്ത്. നമ്മുടെ സൈക്കിളല്ലേ? മേരി, 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 മേരി. ലോനപ്പ, സോളമാ, വാ. മേരി, 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 എന്തുണ്ടായേ? മേരി, എന്താ പറ്റിയേ? ഞാൻ മഴയിൽ നിന്ന് വീണതാ. എന്റെ കർത്താവേ, ഭാഗ്യത്തിനെ കൊന്നില്ലല്ലോ. ഏതായാലും കഴിഞ്ഞു. എന്റെ മോക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് കരുതിയാ മതി. ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും ആരോട് പറയാൻ നിൽക്കണ്ട. കുട്ടി മാനഭംഗത്തിന് ഇരയായെങ്കിലും സോളമൻ കുട്ടി ഉപേക്ഷിക്കില്ല. ഉപേക്ഷിക്കോടാ. ജോസേട്ടനോടെ അയാൾ അടുത്ത പിന്നെ മാനഭംഗപ്പെടുത്താൻ പോയി കാണും. മിണ്ടായിടോ. നീ പറ, എന്താ ഉണ്ടായത്? ജോണിച്ചാന്റെ കണ്ണു വെട്ടിച്ച് ഞങ്ങള് സൈക്കിളിൽ വരുമായിരുന്നു. ചതിച്ചിട്ട് മുങ്ങി നടക്കാണല്ലേ? കൊല്ലുന്നിന് ഞാൻ.
ഈ ജോസിനെ തട്ടിക്കൊണ്ടുപോയ ആളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്ത് ഹൈറ്റ് വരും? നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ആളല്ല. ഞാൻ ഉദ്ദേശിച്ച പൊക്കം കുറവാ. അല്ല, ഇനി ജോണിക്കുട്ടി അയച്ച ആളായിരിക്കോ? തോറ്റതിന്റെ പക കാണാതിരിക്കില്ലല്ലോ. ഞങ്ങള് രജിസ്റ്റർ ചെയ്യാൻ പോണ കാര്യം എങ്ങനെയെങ്കിലും ലീക്കായി കാണുമല്ലോ ഓനപ്പാ. ഏയ് കാണോ? എങ്ങനെ അറിയാം? ചിലപ്പോ പറയാൻ പറ്റില്ല, കാണായിരിക്കും. ഏയ് ഇല്ല, നീ കാണോ? അത് ഇച്ചാനയച്ച ആളൊന്നും അല്ല. ഇത് വേറെന്തോ പ്രശ്നമാണ്. എന്തോ ചതിച്ച കാര്യമൊക്കെ പറയുന്ന കേട്ടു. അതെന്തെങ്കിലും ആവട്ടെ, പോയത് പോയി. നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ വേഗം നിന്ന് കാര്യം നടത്താൻ നോക്ക്. അല്ല, ഞാൻ ആലോചിക്കുമ്പോ എന്ത് നമ്മളിനി അങ്ങോട്ട് പോയിട്ട് റിസ്ക് എടുക്കണോ? തൽക്കാലം നമുക്കിത് പെൻഡിങ് വെച്ചാലോ? വീട്ടുകാർ വേറെ കല്യാണം ഉറപ്പിച്ചാലും മനസ്സമ്മതം ചോദിക്കുമ്പോ സമ്മതമല്ലെന്ന് പള്ളിയിൽ വെച്ച് പറഞ്ഞ ഒരു കല്യാണം നടക്കില്ല. നമ്മുടെ സഭയിൽ അങ്ങനെ ഒരു നിയമമുള്ളപ്പോ നമ്മൾ എന്തിനാ വെറുതെ? നിന്നെ കൊണ്ടല്ലോ, നിന്നൊക്കെ വിശ്വസിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്ന എന്നെ വേണം പറയാൻ. അവസരത്തിനൊത്ത് അഭിപ്രായം മാറ്റുന്നൊരു പേടിത്തൊണ്ടൻ. നിനക്ക് വേണ്ടി വീട്ടുകാരോട് യുദ്ധം ചെയ്യുന്ന ഞാനാ മണ്ടി. ഇനി നീ എന്നെ കാണാനോ സംസാരിക്കാനോ വന്നു പോയത് കേട്ടോടാ കുഞ്ഞാടെ. മേരി, അവിടെ പോയി ഒപ്പിട്ട് വെക്കണ്ട മണ്ട. പെണ്ണിന്റെ മനസ്സാ, അത് എപ്പോഴാ മാറുന്നു പറയാൻ പറ്റില്ല. അവള് പോയാലുണ്ടല്ല, അവള് പോയ അവളുടെ വീട് വരെ പോവും. ചെമ്മീൻ ചാടിയ ചട്ടിയോളം. എന്റെ പൊന്ന് ലോനപ്പാ, ആ ജോസേട്ടനുള്ള ധൈര്യത്തില ഞാൻ ഈ കളിയൊക്കെ കളിച്ചത്. അതിനിടയിൽ ഞാൻ ഇനി രജിസ്റ്റർ ചെയ്തൊന്നും പുറത്തിറങ്ങിയ ആ ജോണിക്കുട്ടിയും വീട്ടുകാരും എല്ലാരും കൂടി എന്റെ ബോഡിയിൽ സകല പാർട്ടിയുടെ പൊതുസമ്മേളനം നടത്തും. തൽക്കാലം ജോസേട്ടനെ തട്ടിക്കൊണ്ടുപോയ കഥ ആരും അറിയണ്ട. ജോസേട്ടന് ടൗണിൽ ജോലി കിട്ടി. എന്നെ ആരെങ്കിലും തൊട്ടാൽ ആള് ടൗണിൽ നിന്ന് വരും. അങ്ങനെ ഒരു കഥ ഇനി പ്രചരിപ്പിക്കാവൂ, അല്ലെങ്കിൽ എന്നെ അറിയാലോ. സോളമൻ. ഇനി അയാൾ തിരിച്ചു വന്നാലോ? എന്റെ ഒരു കണക്കൂട്ട് വെച്ച് അയാൾ ഇനി തിരിച്ചു വരില്ല.